ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എല്ലാവരും സന്തോഷമായിരിക്കുന്നു എന്ന് ഞാൻ കരുതുന്നു. മുഖമെല്ലാം മറച്ചിരിക്കുന്നതുകൊണ്ട് ഒരു പിടിയില്ല. ചിരിച്ചുകൊണ്ടാന്നോ ദേഷ്യപ്പെട്ടിരിക്കുവാന്നോ ഒന്നും അറിയാൻ വഴിയില്ല. സാരമില്ല. സ്തോത്രം. റോമാലേഖനം 6 അധ്യായത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ തിരിക്കാൻ. റോമാലേഖനം 6 അധ്യായം. സ്തോത്രം. കുറെ നാൾ മുമ്പേ ഒരു വ്യക്തി, ഒരു സഹോദരൻ എൻ്റെ അടുത്ത് വന്നു. വളരെ മനസ്സ് തുറന്ന് പറയുമായിരുന്നു, അയ്യോ ഞാന് എനിക്കങ്ങോട്ട് ഒക്കുന്നില്ല. പുള്ളി പറഞ്ഞ വാക്കുകൾ ഇതാണ്: ഇതെന്നെ പിടിച്ചിരിക്കുക, ഇതെന്നെ വിടത്തില്ല. പറഞ്ഞത് മദ്യപാനത്തെക്കുറിച്ചും പല അദ്ദേഹത്തിന്റെ ജീവിതത്തിലുള്ള പല പാപങ്ങളെ കുറിച്ച് അദ്ദേഹം പറഞ്ഞത്. ഇതെന്നെ വിടത്തില്ല. ഒരു പ്രാവശ്യം അതിനൊരു വ്യക്തിത്വം കൊടുത്തു, ഇവൻ എന്നെ വിടത്തില്ല. ഞാൻ വിടാൻ ശ്രമിച്ചാലും എന്നെ വിടത്തില്ല. ഇങ്ങനെയുള്ള പല റെസ്പോൺസസാ അദ്ദേഹം എന്നോട് പറഞ്ഞത്. വളരെ ദുഃഖത്തോടെ. കാരണം അദ്ദേഹത്തിന്റെ ഹൃദയത്തിന് വലിയൊരു ആഗ്രഹമാണ്, ഒന്ന് ഫ്രീ ആയിരിക്കണം. ഫ്രീ എന്ന് പറഞ്ഞാൽ മനുഷ്യര് സ്വാതന്ത്ര്യം അനുഭവിക്കാൻ വേണ്ടി ദൈവം സൃഷ്ടിച്ചതാ. കാരണം ദൈവം ആരുടെ അടിമയല്ല. ദൈവം സ്വതന്ത്രനായിട്ടൊരു വ്യക്തിയാ, അല്ലെ? ദൈവത്തെ ആരും ദൈവത്തെ കൺട്രോൾ ചെയ്യാൻ ആരുമില്ല. ദൈവത്തെ നിയന്ത്രിക്കാൻ ആരുമില്ല, അല്ലെ? ആരും ദൈവത്തെ നിയന്ത്രിക്കുന്നില്ല. ആരും ദൈവത്തെ വഴക്ക് പറയുവോ അല്ലെങ്കിൽ ദൈവത്തെ കൺട്രോൾ ചെയ്യാൻ ആരുമില്ല. ദൈവം എല്ലാത്തിനെയും കൺട്രോൾ ചെയ്യുന്നു. നേരെ തിരിച്ചാ. എന്നാലും ഈ വ്യക്തി ഒരു ദൈവ സൃഷ്ടി എന്നുള്ള നിലയിൽ ദൈവത്തെ പോലുള്ള സ്വാതന്ത്ര്യം, ഫ്രീഡം അനുഭവിക്കേണ്ട ഒരു വ്യക്തി, അത് വളരെ പ്രയാസത്തോട് പറയുക, ഇതെന്നെ വിടത്തില്ല, ഇതെന്നെ നിയന്ത്രിക്കുക. വായിക്കാം. റോമാലേഖനം 6 അധ്യായം 10 തൊട്ട് 16 വരെ വായിക്കാം. എല്ലാവരും ശ്രദ്ധിച്ച് കേട്ടോ. ബൈബിൾ ഉള്ളവരെല്ലാവരും ദയവായിട്ട് തുറക്കണം. ഓൺലൈൻ വാച്ച് ചെയ്യുന്നവരുണ്ടെങ്കിൽ പ്ലീസ് എത്ര വേഗം ബൈബിളും ഒരു നോട്ട്ബുക്കും ഒരു പേനും എടുത്തിട്ട് ഒന്ന് നോട്ട് എഴുതാൻ ഇരിക്കണമെന്ന് ഓർപ്പിക്കുന്നു. ശ്രദ്ധിച്ചു. അവൻ മരിച്ചത് പാപസംബന്ധമായി ഒരിക്കലായിട്ട് മരിച്ചു. അവൻ ജീവിക്കുന്നതോ ദൈവത്തിന് ജീവിക്കുന്നു. അവണ്ണം നിങ്ങളും പാപസംബന്ധമായി മരിച്ചവരെന്നും ക്രിസ്തു യേശുവിൽ ദൈവത്തിന് ജീവിക്കുന്നവരെന്നും നിങ്ങളെ തന്നെ എണ്ണുവിൻ. ആകയാൽ പാപം നിങ്ങളുടെ മർത്ത ശരീരത്തിൽ അതിന്റെ മോഹങ്ങളെ അനുസരിക്കുമാറിനി വാഴരുത്. നിങ്ങളുടെ അവയവങ്ങളെ അനീതിയുടെ ആയുധങ്ങളായി പാപത്തിന് സമർപ്പിക്കുകയരുത്. നിങ്ങളെ തന്നെ മരിച്ചിട്ട് ജീവിക്കുന്നവരായും നിങ്ങളുടെ അവയവങ്ങളെ നീതിയുടെ ആയുധങ്ങളായും ദൈവത്തിന് സമർപ്പിച്ചുകൊള്ളുവിൻ. നിങ്ങൾ ന്യായപ്രമാണത്തിനല്ല കൃപയ്ക്കത്രേ അധീനരാകയാൽ പാപം നിങ്ങളിൽ കർത്തൃത്വം നടത്തുകയില്ലല്ലോ. എന്നാൽ എന്ത്? ന്യായപ്രമാണത്തിനല്ല കൃപയ്ക്കത്രേ അധീനരാകയാൽ നാം പാപം ചെയ്യുകയെന്നോ? ഒരു നാളും അരുത്. നിങ്ങൾ ദാസന്മാരായി അനുസരിപ്പാൻ നിങ്ങളെ തന്നെ സമർപ്പിക്കുകയും നിങ്ങൾ അനുസരിച്ചു പോരുകയും ചെയ്യുന്നവന് ദാസന്മാരാകുന്നുവെന്ന് അറിയുന്നില്ലയോ? ഒന്നുകിൽ മരണത്തിനായി പാപത്തിന്റെ ദാസന്മാർ, അല്ലെങ്കിൽ നീതിക്കായി അനുസരണത്തിന്റെ ദാസന്മാർ തന്നെ. സ്തോത്രം. ദാസന്മാർ എന്നുള്ള വാക്കാ മലയാളത്തിൽ ഉപയോഗിച്ചേക്കുന്നത്. ഇംഗ്ലീഷിൽ അത് അടിമകൾ എന്നുള്ള വാക്കാ. സ്ലേവ്സ് ടു സിൻ. ഇതെന്നെ വിടത്തില്ല. അവസാനം വരെ ഞാൻ ഇതിനാൽ പിടിക്കപ്പെട്ട് ഇതിനാൽ നിയന്ത്രിക്കപ്പെട്ട ഒരു വ്യക്തിയായി തീരുമോ? അദ്ദേഹത്തിന്റെ ഹൃദയത്തിലെ വേദന എന്നോട് പറയുമായിരുന്നു. കുറെ നാൾ ഞാനത് വിട്ടു. എന്നാലും അതിൻ്റെ കൂടെയുള്ള വേറെ ചില ദുർസ്വഭാവങ്ങളുണ്ട്. ആ സ്വഭാവങ്ങൾ ഞാൻ പിടിച്ചോണ്ടിരുന്നതുകൊണ്ട് പിന്നെ ഇതിലോട്ട് മടങ്ങിപ്പോയി. ഇതെല്ലാം കൂടെ എന്നെ ഇട്ടിട്ട് കറക്കുവാണ്. പഴയ നിയമത്തില് അടിമത്വം, ദാസത്വം പലപ്പോഴും പല രീതിയിലുണ്ടായിരുന്നു.
ഒരു രാജ്യം വേറെ ഒരു രാജ്യത്തെ കീഴടക്കി അതിന് ജനങ്ങളെ പിടിച്ചുകൊണ്ട് പോയിട്ട് ആ ജനങ്ങളെ ബേസിക്കലി വിൽക്കുക. ആ പിടിച്ചെടുക്കുന്ന ആ രാജ്യം അവരുടെ ആൾക്കാരുടെ, അവരുടെ സ്ലേവ്സ് ആയിട്ട്, അവരുടെ അടിമകളായിട്ട് എടുക്കുന്നു. ഒരു വ്യക്തി അവരുടെ ബന്ധത്തിലുള്ള വ്യക്തിയെ വേണേൽ പിടിച്ച് വേറെ ആർക്കെങ്കിലും വിൽക്കുക ഒരു അടിമയായിട്ട്. അങ്ങനെയൊക്കെ നടന്നിട്ടുണ്ട് ഈ പണ്ടത്തെ കാലത്ത് കാര്യങ്ങളാണ്. ബൈബിൾ ഇതൊന്നും കണ്ടോൺ ചെയ്തിട്ടുള്ള കാര്യങ്ങളല്ല, ബൈബിൾ ഇതൊന്നും സപ്പോർട്ട് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊന്നും അല്ല, അന്ന് നടന്ന കാര്യങ്ങളാണ്. അന്നത്തെ ലോകത്തിൽ അന്നത്തെ കാലത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇസ്രായേൽ ജനങ്ങളുടെ ഇടയിൽ അന്നത്തെ കാലത്തും ഉണ്ടായിരുന്ന വേറൊരു പ്രാക്ടീസ് ഇതായിരുന്നു. കടഭാരം കയറി കഴിഞ്ഞിട്ട് അവർക്ക് താങ്ങാൻ ഒക്കാത്ത നിലയിലാകുമ്പോൾ അവര് പിന്നെ കടമെടുത്ത് പിന്നെ അവർ അവർ വസ്തു വിൽക്കുക. എന്നാലും അന്നത്തെ കാലത്ത് വസ്തു വിൽക്കുന്നതിന് ഒരു പ്രത്യേകത ഉണ്ട്. വസ്തു യഥാർത്ഥമായിട്ട് ആർക്കും വിൽക്കാൻ ഒക്കത്തില്ല. ഇസ്രായേലില് ദൈവം അവരോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ ഈ ഭൂമി, യഹോവ പറഞ്ഞു, ഈ ഭൂമി എന്റേതാ. The land is mine, says the Lord. വളരെ ക്ലിയർ ആയിട്ട് ദൈവം പറഞ്ഞു, ഈ ഭൂമി എന്റേതാ, നിങ്ങളുടെ അല്ല. എനിക്കറിയാം, ദൈവം സൃഷ്ടിതാവെന്നുള്ള നിലയിൽ ഇതിന്റെ യഥാർത്ഥ ഉടമസ്ഥൻ ദൈവം തന്നെയാ. നമ്മൾ ചുമ്മാ വെറുതെ ഒരു പേപ്പറിൽ ഇത് എഴുതി, ആധാരം എന്നൊക്കെ എഴുതി, മുദ്രപ്രാപ്തം എന്ന് എഴുതി അങ്ങോട്ട് കൊടുക്കുന്നു, ഇങ്ങോട്ട് വാങ്ങിക്കുന്നു, ഞാൻ ഇതിന്റെ ഉടമസ്ഥനാന്ന് പറഞ്ഞിട്ടൊക്കെ ഇരിക്കുന്നു. ഞാൻ ചിന്തിക്കും, ഈ നമ്മൾ ഇതെല്ലാം ഇങ്ങനെയൊക്കെ എഴുതുമ്പോഴേ ദൈവം മോളിൽ താഴോട്ട് നോക്കിയിട്ട് ചിരിക്കുമായിരിക്കും, ഇവരെന്തുവായി ചെയ്യുന്നത്, എത്ര നാൾ ഇവിടെ കാണാൻ, ഇതും പിടിച്ചോണ്ട് എത്ര നാൾ ഇരിക്കാനാ, ഇതും പോയിക്കൊണ്ട് എവിടെ പോവാനാ. ഞാനങ്ങ് എന്റെ ഊഹാബോധത്തിലങ്ങ് പറയുക. അപ്പൊ ദൈവം പറഞ്ഞു, the land is mine, ഈ ഭൂമി എന്റേതാ എന്ന് പറഞ്ഞു. അപ്പോൾ അവർക്ക് വിൽക്കാൻ ഒക്കത്തില്ല. എന്നാലും അവർ ആക്ച്വലി ചെയ്യാനൊക്കുന്ന ഇതാണ്, ഇന്ന് പാട്ടം കൊടുക്കുന്ന പോലെ തന്നെ ആ ഭൂമി ഇത്ര വർഷത്തേക്ക്, ഓരോ വർഷം അതിൽ നിന്ന് കിട്ടാനൊക്കുന്ന ക്രോപ്സ്, അതിൽ നിന്ന് കിട്ടാനൊക്കുന്ന ലാഭം അവർ കാൽക്കുലേറ്റ് ചെയ്ത് ഇത്ര വർഷത്തേക്ക് എന്ന് പറഞ്ഞുകൊണ്ട് കൊടുക്കാം. എന്നാലും എല്ലാ 50 വർഷം അവർക്ക് യോവേൽ വർഷം ഉണ്ടായിരുന്നല്ലോ, ജൂബിലി ഇയർ എന്ന് പറയും. അന്ന് എല്ലാവരുടെയും കടങ്ങളെല്ലാം ക്യാൻസൽഡ് ആവുന്ന ഒരു സമയം. അപ്പം അതിനനുസരിച്ചായിരുന്നു അവര് ഇത് കൊടുക്കുന്നത്. ഇപ്പൊ ഒരു 10 വർഷം കൂടെ ഉണ്ടെങ്കിൽ ആ 10 വർഷം കൊണ്ട് കിട്ടാനൊക്കുന്ന അതിന്റെ ക്രോപ്സ്, അതിന്റെ വാല്യൂ എടുത്താണ് അവർ കണക്ക് കൂട്ടുന്നത്. അങ്ങനെ അവര് കടം വീട്ടിയിരുന്നത്. അപ്പോഴ് ഇവര് എന്നാലും അവരുടെ കടം അതിനപ്പുറമാണല്ലോ, അത് പ്രശ്നമായില്ലേ. അതിനപ്പുറം കടമാണെങ്കിൽ താങ്ങാനൊക്കാത്ത ലെവലിലായി. അങ്ങനെ ആകുമ്പോൾ അവർ ചെയ്യുന്നത് ഇതാണ്, അവർ വസ്തുവും കൊടുക്കുക മാത്രമല്ല, അവരെ സേവിക്കാനായിട്ട്, അവർക്ക് വേണ്ടി ജോലി ചെയ്യാനായിട്ട്, അവരുടെ അടിമകളായിട്ട്, അല്ലെങ്കിൽ അവർ ഒരു ദാസത്വത്തിലേക്ക് അവരെ തന്നെ അങ്ങ് സമർപ്പിക്കുക. കാരണം അവർക്ക് ഒക്കുന്നില്ല. അങ്ങനെ അടിമകളായി തീരുന്നവർക്ക് ആരെങ്കിലും, അവരുടെ അടുത്ത ബന്ധത്തിലുള്ള ആരെങ്കിലും വേണമെങ്കിൽ അതിൽ നിന്ന് അവരെ രക്ഷിക്കാം, അതിൽ നിന്ന് വിടുവിക്കാം. എങ്ങനെ? അവരുടെ കടം വീട്ടിൽ കൊടുക്കാം. കഴിഞ്ഞ ആഴ്ച നമ്മൾ തുടങ്ങിയ ഒരു സീരീസ് ആണല്ലോ, നമ്മൾ ഇനിയും അടിമകളല്ല, ദൈവത്തിന്റെ മക്കളാണ്, അല്ലെ? വി ആർ നോ ലോങ്ങർ സ്ലേവ്സ് എന്ന് പറഞ്ഞതാണ്. അപ്പോൾ ഇങ്ങനൊരു ഓപ്പർച്യൂണിറ്റി, ഇങ്ങനൊരു അവസരം ഇസ്രായേലിൽ ഉണ്ടായിരുന്നു, കടം വീട്ടിൽ കൊടുക്കുക. അപ്പൊ ആരെങ്കിലും വീട്ടിൽ കൊടുക്കണം. എന്നാലും അങ്ങനെ വീട്ടാനും ആരുമില്ലായെങ്കിൽ എന്ത് ചെയ്യും? ഈ അടിമകളായിട്ട് തന്നെ തുടരുന്നു. ചിലപ്പോഴും അവരുടെ ബന്ധുക്കാർ ഒരുമിച്ച് കൂടിയിട്ട് ഡിസ്കഷൻ ഉണ്ടാവും, ആരിവരെ സഹായിക്കും, ആരെങ്കിലും ചെയ്യണ്ടായോ, നമ്മുടെ കുടുംബത്തിന് തന്നെ ഇതൊരു പ്രയാസമല്ലയോ, മറ്റുള്ളവർ നോക്കുമ്പോഴും വേണ്ട ഇദ്ദേഹത്തിന്റെ കുടുംബത്തില് ഇന്ന ആൾക്കാര് അടിമത്തത്തിലായിരിക്കുന്നു, അവർക്ക് താങ്ങാനൊക്കാത്ത കടഭാരം കൊണ്ട് അവരിങ്ങനെ ആയിരിക്കുന്നല്ലോ എന്ന് പറഞ്ഞ് നമുക്ക് കുടുംബത്തിന് തന്നെ മോശമല്ലയോ, പ്രയാസമല്ലയോ എന്ന് പറഞ്ഞുകൊണ്ട് ആരെങ്കിലും അവരെ സഹായിക്കാൻ വേണ്ടി ശ്രമിക്കും. അങ്ങനെ കൂടിയ ഒരു ഡിസ്കഷന് കുടുംബത്തിലുള്ള ആൾക്കാർ അന്നത്തെ കാലത്ത് കൂടുമായിരുന്നു. എന്നാലും അങ്ങനത്തെ ഡിസ്കഷന് വരുമ്പോൾ അപ്പോഴും ഒരു ഇവാലുവേഷൻ ഉണ്ട്, അല്ലേ? എങ്ങനെയാ കടത്തിലായത്,
കടത്തിലാകാൻ പല പല കാരണങ്ങളുണ്ടാകും. പ്രത്യേകിച്ച് അന്നത്തെ കാലഘട്ടത്തിൽ കടത്തിലാകുന്ന ഇതാണ്, അവര് കൃഷി ചെയ്യാൻ വേണ്ടി കടം വാങ്ങി അതിന്റെ വിത്ത് എടുക്കും. കൃഷി ചെയ്യാൻ വേണ്ടി കടം വാങ്ങിയിട്ട് ഏതെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ ഒക്കുമോ എന്നുള്ള കാര്യം അത് വളർത്തിയെടുക്കാൻ വേണ്ടി ചെയ്യും. എന്തായാലും ആ കൃഷിയിൽ നിന്ന് കിട്ടേണ്ട ഫലം പ്രോപ്പറായിട്ട് കിട്ടാനൊക്കാതെ ഏതെങ്കിലും കാലാവസ്ഥ പ്രയാസമോ മറ്റ് പ്രയാസ മുഖാന്തരം ആ കൃഷി നശിച്ചുപോയി, അതിന് ആവശ്യമായിട്ടുള്ള വിളവ് കിട്ടിയില്ല എങ്കിൽ അവർ നഷ്ടത്തിലായി, കടത്തിലായി. കടമെടുത്തത് തിരികെ കൊടുക്കാനൊക്കാതെ വേറെ അവസ്ഥയില്ലാതായി പോവാ, വേറെ അവസരമില്ലാതായി പോകുന്നു. ഇങ്ങനെയുള്ള പല പല രോഗം, ചിലർ ദൂർത്തടിക്കുന്നത്, ചിലരത് വേസ്റ്റ് ചെയ്യുന്നത്, ചിലര് അത് അവരുടെ ധാന്യം അത് ബുദ്ധിയോട് കൈകാര്യം ചെയ്യാതെ, പ്രോപ്പറായിട്ട് അത് ഹാൻഡിൽ ചെയ്യാതെ അത് നഷ്ടത്തിലോട്ട് പോകുന്നു. പല പല കാരണങ്ങളായിരിക്കാം. ഏത് കാരണമാണേലും അവരത് കൊടുത്തേ പറ്റൂ. ഈ യോവേൽ വർഷത്തിന്റെ ഒരു പ്രത്യേകത നമ്മൾ മനസ്സിലാക്കേണ്ടത്, കടം വീട്ടിൽ കൊടുക്കുന്നു എന്ന് പറഞ്ഞാലും ചിന്തിച്ചു നോക്കണം, യഥാർത്ഥമായിട്ട് കടം വീട്ടിൽ കൊടുക്കുവാന്നോ? കടം ഇനി ഇല്ല എന്ന് പറഞ്ഞ കംപ്ലീറ്റ് അങ്ങ് വിടുവാന്നോ? അങ്ങനെ ഒക്കുമോ? അങ്ങനെ ചെയ്താൽ അതെങ്ങനെ ആയിത്തീരും? ഒരു നിമിഷം ചിന്തിക്കുക. ഇന്നത്തെ കാലഘട്ടത്തില്, ഇന്നത്തെ മോഡേൺ ടൈമില് രാജ്യങ്ങൾക്ക് കടമുണ്ട് അല്ലേ? വ്യക്തികൾക്ക് കടമുണ്ട്, രാജ്യങ്ങൾക്കും കടമുണ്ട്. വ്യക്തികളുടെ കടം ക്ഷമിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ അതങ്ങ് വിട്ടുകൊടുക്കുക. അതിനൊരു വാക്കുണ്ട്, പൊറുക്കുവാന്നോ എന്തുവാ, ഏതൊരു വാക്കുകളൊക്കെ ഉണ്ട് അല്ലേ? ഇംഗ്ലീഷിൽ forgiving the debt എന്ന് പറയും. അങ്ങനെയുള്ള ഗവൺമെന്റ് ചില പദ്ധതികളുണ്ട്. അങ്ങനെ ഒരു പദ്ധതി വന്നു കഴിയുമ്പോഴത്തേനും ഉടനെ തന്നെ അങ്ങനെ കടത്തിലായിരിക്കുന്ന പലരും അതിന്റെ ആപ്ലിക്കേഷൻ കൊടുക്കും. എനിക്ക് ഇങ്ങനെ ഒരു കടഭാരമുണ്ട്, എനിക്കിത് വീട്ടാൻ ഒക്കുന്നില്ല, എന്റെ സാമ്പത്തിക അവസ്ഥ എങ്ങനെ, ജോലിയുടെ അവസ്ഥ എങ്ങനെ, അല്ലെങ്കിൽ ഭവനത്തിലെ അവസ്ഥ എങ്ങനെ, അത് കാര്യങ്ങൾ എഴുതി കൊടുത്തിട്ട് അതിനൊരു ഇളവ് കിട്ടാൻ വേണ്ടിയായിട്ട് ശ്രമിക്കും. ചിലപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിരിക്കും, അല്ലെങ്കിൽ മൊത്തമായിരിക്കും. ഈ കഴിഞ്ഞ വർഷം ഈ കോവിഡിന്റെ സിറ്റുവേഷൻ വന്നപ്പോൾ ഗവൺമെന്റ് ഒരു നിർദ്ദേശം പറഞ്ഞു, താമസിച്ചടച്ചാലും അവർക്ക് ഈ ഇൻട്രസ്റ്റ് ഡിലേ ചെയ്ത് കൊടുക്കുന്നതിൻ്റെ കാര്യം. ഇതെല്ലാം വലിയ വിഷയമായി തീർന്നു. കാരണം ഇൻട്രസ്റ്റ് ഡിലേ ചെയ്താലും പലരുടെയും ഒരു ഡിമാൻഡ് ആയിരുന്നു, ഇൻട്രസ്റ്റ് അങ്ങ് വിട്ടേക്കണം, നീ കൊടുക്കണ്ട, അതിന്റെ മുതൽ കൊടുത്താൽ മതി. അപ്പോഴത്തേക്ക് ബാങ്കുകാർ പറഞ്ഞു, അതെങ്ങനെ വെക്കുന്നത്? ഞങ്ങൾക്ക് കടം തന്നിരിക്കുന്ന ഡിപ്പോസിറ്റേഴ്സ് ഉണ്ട്, അവർക്ക് കൊടുക്കണ്ടായോ? അവർക്ക് ഇതിൽ നിന്നാണ് കൊടുക്കേണ്ടത് എന്ന് ബാങ്കുകാർ പറഞ്ഞ് ഭയങ്കര ഡിസ്കഷൻ ആയിരുന്നു അല്ലേ? അതിന്റെ പല പല കാര്യം നിങ്ങൾ പത്രങ്ങളൊക്കെ വായിച്ചിട്ടുണ്ടായിരിക്കാം. അപ്പോൾ കടം അങ്ങ് ക്യാൻസൽ ആക്കാൻ ഒക്കുമോ? അങ്ങ് ചിലർ പറയില്ലേ, എഴുതി തള്ളുക എന്ന് പറയില്ലേ? BCom MCom ഒക്കെ പഠിച്ചവർക്ക് അറിയാം അല്ലേ? അങ്ങ് എഴുതി തള്ളുക എന്ന് പറയും. എന്നാലും ഒരു പ്രശ്നം ഇതാ, എവിടോട്ടെങ്കിലും തള്ളണ്ടായോ? അത് തള്ളുമ്പോ എങ്ങോട്ടാ വീഴുന്നത്? എവിടോട്ട് പോണോ? ഇത് പേപ്പറിൽ എഴുതുന്നതിനെക്കാട്ടിലും എങ്ങോട്ട് പോകും ഇത്? അത് വലിയൊരു വിഷയമാണ്. കാരണം ഒരു വ്യക്തിക്ക് ആ കടം ക്ഷമിച്ചു കൊടുത്തു, കടം അങ്ങ് ഇളവ് ചെയ്ത് കൊടുത്താല് വേറെ ഒരിടത്ത് ആ നഷ്ടം വരുക. അതുപോലെ രാജ്യങ്ങളുടെ കാര്യത്തിൽ വലിയൊരു ഡിസ്കഷനാണ്. പ്രത്യേകിച്ച് ഗ്രീസ്, കഴിഞ്ഞ വർഷം അതിന് മുമ്പത്തെ വർഷമൊക്കെ ഗ്രീസ് വലിയ കടഭാരം കൊണ്ട് അങ്ങ് പ്രശ്നത്തിലായി തീർന്നു. അപ്പം യൂറോപ്യൻ യൂണിയൻ എല്ലാം കൂടെ കൂടിയിട്ട് ഇതിനെ കുറിച്ച് ഡിസ്കഷനായിരുന്നു, എന്ത് ചെയ്യണം. കാരണം പല പല ബാങ്കുകളിൽ നിന്നുള്ള ഭയങ്കര വലിയ തുക കടങ്ങളാണ്. അപ്പോഴൊരു പ്രപ്പോസൽ വന്നു, അപ്പം ഇവർക്ക് ഇതങ്ങ് ക്ഷമിച്ചു കൊടുക്കാമെങ്കിൽ, ഇതങ്ങ് വിട്ടേക്കാമെങ്കിൽ പിന്നെ ഗ്രീസിന് പിന്നെ ഒന്ന് അവരുടെ ഇക്കോണമി ഒന്ന് ബിൽഡ് ചെയ്തെടുക്കാൻ നോക്കുമല്ലോ. അപ്പോഴത്തേക്ക് വേറൊരു ചോദ്യം വന്നു, അങ്ങനെ വിട്ടാല് വേറൊരു പ്രശ്നം ഇതാണ്, ഇത്രയും ബാങ്കുകൾ അവിടെ ഡിപ്പോസിറ്റ് ചെയ്തിരിക്കുന്ന ആൾക്കാർ, നമ്മൾ ചിന്തിച്ചു നോക്കുക, നമ്മള് ഒരു FD ഇട്ടെന്നിരിക്കട്ടെ. ചിലപ്പം നിങ്ങളിപ്പം കൃഷി ചെയ്യുന്നവരായിരിക്കാം, വണ്ടി ഓടിക്കുമായിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും കൂലിവേലയായിരിക്കാം, റബ്ബർ വെട്ടുമായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ക്ലാസ് പഠിപ്പിക്കുമായിരിക്കും, ഓഫീസിൽ ജോലി ചെയ്യുമായിരിക്കും. എങ്ങനത്തെ ജോലിയാണെങ്കിലും പല പല ടൈപ്പ് ജോലി ചെയ്യുന്ന ആൾക്കാരാണ് നമ്മൾ അല്ലേ? ഓരോരുത്തരും വ്യത്യസ്തമായിട്ടുള്ള ജോലികൾ ചെയ്യുന്നു. അപ്പം
ഓരോ ജോലിക്കും അതിന്റെ കഷ്ടപ്പാട് അനുസരിച്ച് നമ്മൾ ഏൺ ചെയ്യുന്ന പൈസ ഡെപ്പോസിറ്റ് ചെയ്തു. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം അവിടെ ചെല്ലുമ്പോഴേ നമ്മുടെ കയ്യിൽ ആ പേപ്പറുണ്ട്, പൈസ ഇല്ല. ബാങ്കുകാർ പറയും സോറി, ആ പൈസ എല്ലാം പോയി. എവിടെ പോയി? അത് ഇന്ന രാജ്യത്തിന് നമ്മൾ കടം ക്ഷമിച്ചു കൊടുത്തു, അല്ലെങ്കിൽ ഇന്ന വ്യക്തികൾക്ക് കടം ക്ഷമിച്ചു കൊടുത്തു, അവിടെ നിങ്ങളുടെ പൈസ ഇല്ല. നമ്മൾ പറയൂ അതങ്ങനെ ഒക്കത്തില്ലല്ലോ, എന്റെ പണം അത് ഇൻട്രസ്റ്റ് ഉൾപ്പെടെ എനിക്ക് കിട്ടേണ്ടതാ. അതൊരു വിഷയമായി തീർന്നു അല്ലേ? അത് വലിയൊരു പ്രശ്നമായി തീരും. ഒരിക്കലും അത് ഒക്കത്തില്ല, അതൊരു ലീഗൽ പ്രോബ്ലം ആയി തീരും. അപ്പം വ്യക്തികളുടെ കടം, രാജ്യത്തിന്റെ കടമാണേലും അങ്ങനെ അങ്ങ് ചുമ്മാ അത് എഴുതി തള്ളുക എന്ന് പറഞ്ഞാൽ പ്രശ്നമുള്ള കാര്യങ്ങൾ. അപ്പം രാജ്യങ്ങൾ ചെയ്യുന്ന വേറൊരു പരിപാടിയുണ്ട്. നമ്മൾ ഇങ്ങനൊക്കെ ഒക്കുമോ? വെറുതെ നോട്ട് എഴുതുക, നോട്ട് പ്രിന്റ് ചെയ്യുക, വെറുതെ അങ്ങ് നോട്ട് പ്രിന്റ് ചെയ്യുക, അങ്ങനെ ചെയ്യാൻ ഒക്കുമോ? ഇവിടെ ആരും എന്തുവാ നമ്മൾ ഈ എക്കണോമിക്സിന്റെ ലെസൺ ഒന്നും അല്ല. എന്നാലും വെറുതെ അങ്ങ് നോട്ട് പ്രിന്റ് ചെയ്യുക. ബൈ ദ വേ അമേരിക്ക എപ്പോഴും അതാ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വെറുതെ അങ്ങ് നോട്ട് പ്രിന്റ് ചെയ്ത് ആൾക്കാർക്ക് അങ്ങ് അയച്ചു കൊടുക്കുക, എല്ലാവർക്കും ബാങ്കിലോട്ട് അങ്ങ് ഡെപ്പോസിറ്റ് ചെയ്യുക, നോട്ട് പ്രിന്റ് ചെയ്യുക. അതൊക്കുമോ? അതൊക്കുമോ? തീർച്ചയായിട്ടും ഒക്കും. നോട്ട് പ്രിന്റ് ചെയ്യാം. പ്രിന്റർ അങ്ങോട്ട് ഓണാക്കിയാൽ മതിയല്ലോ അല്ലേ? പ്രിന്റർ ഓണാക്കിയിട്ട് അങ്ങ് നോട്ട് പ്രിന്റ് ചെയ്യാം. അപ്പൊ നിങ്ങൾ ചിന്തിക്കുമായിരിക്കും അങ്ങനെയൊക്കെ ചെയ്യാൻ ഒക്കുമോ? ചെയ്യാം, വൈ നോട്ട്? അങ്ങനെ പ്രിന്റ് ചെയ്യുന്നു. കള്ളപ്പണത്തിന്റെ കാര്യമല്ല, റിയൽ ആയിട്ടുള്ളത് അടിച്ചിറക്കുക. അപ്പൊ അതിന് വേറെ പ്രശ്നമുണ്ട്. അതിന്റെ പ്രശ്നം ഇതാണ്. അതിന്റെ പ്രശ്നം ആ രാജ്യത്തെ മുഴുവനും കുറച്ചു നാളത്തേക്ക് സന്തോഷമാണ്. കാരണം എല്ലാവരും പോക്കറ്റ് ഇച്ചിരി പൈസ എക്സ്ട്രാ കിട്ടി അല്ലേ? അപ്പത്തേക്ക് ഒരു സന്തോഷമാണ്. എന്നാലും വരുന്ന വർഷങ്ങളിൽ അതിന്റെ ക്ഷീണം രാജ്യം മുഴുവൻ ഇനിയും അനുഭവിക്കും. കാരണം അവരുടെ പണത്തിന്റെ വാല്യൂ കുറയുക. ചുമ്മാതെ പ്രിന്റ് ചെയ്ത് വിടുകയാണെങ്കിൽ അവരുടെ പണത്തിന്റെ വാല്യൂ പിന്നെയും കുറയുന്നു. അതിന്റെ ക്ഷീണം പല രീതിയിലും, അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. എന്നാലും അതിന്റെ ക്ഷീണം പല രീതിയിലും രാജ്യത്തെ മുഴുവനും ചിലപ്പോൾ തലമുറകൾക്ക് ബാധിക്കുന്ന കാര്യമാണ് അവരിപ്പം ചെയ്യുന്നത്. താൽക്കാലികമായിട്ടൊരു ആശ്വാസത്തിന് ഇനിയും വർഷങ്ങൾ വരാൻ പോകുന്ന വർഷങ്ങളായിട്ടുള്ള ഇഫക്റ്റ്. അപ്പൊ അതിനെ ചോദ്യം ചെയ്യുന്ന ആൾക്കാര് കുറവാണ്. കാരണം താൽക്കാലികമായിട്ടുള്ള ഒരു സന്തോഷം, താൽക്കാലികമായിട്ടൊരു ആശ്വാസം ആൾക്കാർക്ക് ഇച്ചിരി പ്രിഫറൻസാണ് മറ്റേനെക്കാട്ടിലും. ഭാവിയെക്കുറിച്ച് ചിന്തയെക്കാട്ട് താൽക്കാലികമായിട്ട്. ഞാൻ ഇതെല്ലാം പറഞ്ഞതിന്റെ കാരണം എന്തുവാ? ഞാൻ എപ്പോഴും ഓർക്കും, പണ്ടത്തെ ഒരു പാട്ടുണ്ടായിരുന്നു ഇംഗ്ലീഷില്. He paid a debt he did not owe. I owed a debt I could not pay. ദൈവത്തെക്കുറിച്ചാണ് പറയുന്നത്. സ്തോത്രം. ദൈവത്തിന് വീട്ടുണ്ടാത്തൊരു കടം ദൈവം എനിക്ക് വേണ്ടി വീട്ടി. എനിക്ക് വീട്ടാനൊക്കാത്തൊരു കടം ദൈവം എനിക്ക് വീട്ടി തന്നു. He paid a debt he did not owe. I owed a debt I could not pay. See, പാപം ഒരു കടമ. ഒരു കടമുണ്ടെങ്കിൽ വെറുതെ എഴുതി തള്ളുക എന്ന് പറഞ്ഞ കാര്യം തന്നെ എനിക്കങ്ങോട്ട് അത് എഴുതി തള്ളാം. ആ പേപ്പറിൽ അതെല്ലാം ഒന്ന് ബാലൻസിൽ കൊണ്ടുവരാൻ എഴുതി തള്ളാം. എന്നാലും എഴുതി തള്ളുമ്പോൾ എവിടെങ്കിലും ആർക്കെങ്കിലും ഏതെങ്കിലും മേഖലയിൽ അതിന്റെ നഷ്ടം വരും. എന്റെ പാപം മുഖാന്തരം ഞാൻ കടത്തിലായിരിക്കുന്നു. സ്തോത്രം. അപ്പോൾ പറയും അത് എന്റെ പാപമല്ലയോ, ഞാൻ ചെയ്ത് ഇന്നാരോട് ചെയ്തതൊന്നും അല്ല, മറ്റുള്ളവരൊന്നും ഞാൻ പിടിച്ചെടുത്തില്ല, മറ്റുള്ളവരൊന്നും ചെയ്തില്ല, ഞാൻ സ്വയമായിട്ട് ചെയ്യുന്ന പാപങ്ങളോ? ഏത് പാപമാണെങ്കിലും ദൈവത്തോടുള്ള പാപമാണ്. നമുക്കറിയാം യോസേപ്പിന്റെ കഥ 39:9 ഞാൻ ഈ മഹാദോഷം പ്രവർത്തിച്ച് ദൈവത്തോട് പാപം ചെയ്യുന്നത് എങ്ങനെ എന്ന് പറഞ്ഞു. ജോസഫ് പറഞ്ഞ വാക്കാ, ഞാൻ ഈ മഹാദോഷം ചെയ്ത് ദൈവത്തോട് പാപം ചെയ്യുന്നത് എങ്ങനെ? ശരി, ആ വ്യക്തിയോട്, യോസഫിന്റെ വിഷയത്തിൽ ആ സ്ത്രീയോട്, ആ സ്ത്രീയുടെ ഭർത്താവിനോട്, ആ സ്ത്രീയുടെ കുടുംബത്തോട് എല്ലാം ചെയ്യുന്ന പാപം. എന്നാലും അതിന് ഉപരിയായിട്ട് അദ്ദേഹം മനസ്സിലാക്കിയ ഒരു കാര്യം, ഒരു യാഥാർത്ഥ്യം ഇതാണ്, ഞാൻ ദൈവത്തോട് ചെയ്യുന്ന പാപം. മനുഷ്യരെ എങ്ങനെയെങ്കിലും ഒതുക്കാം അല്ലേ?
മനുഷ്യനെ എങ്ങനെയെങ്കിലും പണം കൊടുത്തോ, പറഞ്ഞോ, കാര്യം പറഞ്ഞോ, അല്ലെങ്കിൽ ഒളിച്ചോടിയോ, എങ്ങനെങ്കിലും മനുഷ്യനെ ഒതുക്കാം നമുക്ക്. എന്നാലും ദൈവത്തോട് പാപം ചെയ്താല് എങ്ങോട്ട് ഓടിപ്പോവാന്? എവിടെ പാത്തിരിക്കാനാ? എന്ത് ചെയ്യാനാ? ദൈവത്തോട് ഞാൻ പാപം ചെയ്യുന്നു. അപ്പൊ നമ്മൾ ചെയ്യുന്ന പാപം ദൈവത്തോടൊരു കടമായി തീരുക. We are indebted to God. ഒരു കാര്യം ഓർപ്പിച്ചോട്ടെ, ഇതിൻ്റെ ഇടയ്ക്ക് സാത്താൻ കയറി കളിക്കുന്ന ഒരു വിഷയമുണ്ട്. ശ്രദ്ധിച്ചോണേ, വളരെ പ്രാധാന്യമുള്ള ഇത് കേട്ടോ. ഈ പാപത്തിന്റെ ഓത്തർ ആയിരിക്കാം, ഓത്തർ എന്നൊരു വാക്ക് പറയാം സാത്താൻ, അല്ലേ? ആദ്യം ഏതേൻ തോട്ടത്തില് അദ്ദേഹമാ ഈ പരിപാടി ആദ്യം തുടങ്ങിയത്. ഇതിനൊരു അവസരം ഒരുക്കി കൊടുക്കുകയും ഇതിനൊരു പ്രേരണ കൊടുക്കുകയും എല്ലാം ചെയ്ത് ഈ ഉടായ്പിന്റെ ആരംഭം ഈ പുള്ളി തന്നെയാണ്. അപ്പം ഇങ്ങനെയുള്ള പ്രവൃത്തി, അങ്ങനത്തെ പ്രവൃത്തിക്ക് അധികാരം പറയാനായിട്ട്, അവകാശം പറയാനായിട്ട് സാത്താൻ നിപ്പുണ്ട്. അപ്പോൾ ഇങ്ങനൊരു പ്രവൃത്തിയിൽ, ഏത് പ്രവൃത്തിയിൽ? പാപപ്രവൃത്തിയില് തുടരുന്നവര്, ദൈവമക്കൾക്ക് ഒരു പ്രയോജനമുള്ളത് എന്താ പറയുക, വലിയൊരു അനുഗ്രഹം ഉള്ളത്, നമുക്ക് പരിശുദ്ധാത്മാവുണ്ട്. ആ പരിശുദ്ധാത്മാവ് നമ്മൾ പാപം ചെയ്യുമ്പോൾ നമ്മളെ എന്ത് ചെയ്യുന്നു? കൺവിക്ട് ചെയ്യുന്നു, നമ്മളെ ബോധപ്പെടുത്തുന്നു. അയ്യോ, ഇങ്ങനെ ചെയ്യാൻ ഒക്കത്തില്ല, നീ ഒരു ദൈവമായില്ല, ഈ വഴിയല്ല പോകേണ്ടത്, ഈ രീതിയിലല്ല നീ പ്രവർത്തിക്കണ്ടേ, ഇങ്ങനെയല്ല സംസാരിക്കണ്ടേ, ഇങ്ങനെയുള്ള കാര്യത്തിൽ ഇടപെടേണ്ട വ്യക്തിയല്ല, കാരണം നീ ഒരു ദൈവമായില്ല. പരിശുദ്ധാത്മാവ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. പലർക്കും അതില്ല. അപ്പൊ പാപം ചെയ്യുന്നത് സാത്താന്റെ ഒരു മേഖലയായതുകൊണ്ട് പാപത്തിൽ തുടരുന്ന വ്യക്തിയെ അദ്ദേഹം എന്ത് ചെയ്യുന്നു? അവരുടെ മേലൊരു അധികാരം, അവരുടെ മേലൊരു അവകാശം അദ്ദേഹം പറയുന്നു. ആ അവകാശം പറഞ്ഞിട്ട് എന്ത് ചെയ്യുന്നു? അവരെ മുഖാന്തരം പാപം കൊണ്ട് അടിമകളാക്കുന്നു. അതാണ് നമ്മൾ റോമാലേഖനം 6-ാം അധ്യായത്തിൽ വായിച്ചത്. പാപത്തിന് നമ്മൾ അടിമകളായി തീർന്നു. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കടം, ശ്രദ്ധിച്ചേട്ടോണ്ട് വളരെ പ്രാധാന്യമാണ്. കടം ആരോടാ ഇത്? പാപം ചെയ്യുന്ന ആർക്കെതിരെയാ പാപം ചെയ്യുന്നത്? ദൈവത്തിനെതിരെ. എന്നാലും സാത്താന്റെ മേഖലയായിരുന്നു. സാത്താൻ അത് ഉപയോഗിച്ച് മനുഷ്യരെ ബന്ധിക്കുന്നു, മനുഷ്യരെ അടിമത്തത്തിലേക്ക് കൊണ്ടുവന്നു. അതുകൊണ്ടാ പല വ്യക്തികളും പാപ സ്വഭാവത്തിൽ തുടർന്ന് കുറെ നാൾ കഴിയുമ്പോൾ അത് പല രീതിയിലുള്ള, ഞാനൊരു ഒരു ഉദാഹരണം മാത്രം ഉപയോഗിച്ചതേ ഉള്ളൂ. പല രീതിയിലുള്ള പാപ സ്വഭാവത്തില്, അത് മനസ്സിലുള്ള പാപമായിരിക്കാം, ഹൃദയത്തിലുള്ള പാപമോ, സംസാരത്തിലുള്ള പാപമോ, പ്രവൃത്തിയിലുള്ളതോ, നടപ്പിലോ, ഏതൊക്കെ ആയിക്കോട്ടെ, ഏത് പാപ സ്വഭാവമാണേലും ആ സ്വഭാവത്തിൽ പിന്നെ നമ്മൾ തുടരുമ്പോൾ സാത്താൻ നമ്മളെ അടിമത്തത്തിൽ കൊണ്ടുവരിക. ആ പാപത്തിന്റെ അടിമ, സാത്താൻ അടിമയായിത്തീരുക. റോമലേഖനം 6-ാം അധ്യായത്തിൽ നമ്മൾ വായിച്ചത്, പാപത്തിന്റെ അടിമകളല്ല നമ്മൾ ഇനിയും നീതിയുടെ ദാസമല്ലേ, പാപത്തിന്റെ ദാസനായിട്ടല്ല, ഇനി നീതിയുടെ ദാസനായിട്ട് നമ്മളെ രൂപാന്തരപ്പെടുത്തുന്നു. ഒരു ദൈവപ്രവൃത്തിയാണ്. ഇനി നമ്മൾ ആ വാക്യത്തിലോട്ട് നമ്മളൊന്ന് ശ്രദ്ധിക്കാം. 6-ാം അധ്യായം, റോമാലേഖനം 6-ാം അധ്യായം 10-ഉം 11-ഉം ഒന്നുകൂടെ വായിക്കണേ. അവൻ മരിച്ചത് പാപസംബന്ധമായി ഒരിക്കലായിട്ട് മരിച്ചു. അവൻ ജീവിക്കുന്നതോ ദൈവത്തിന് ജീവിക്കുന്നു. അവണ്ണം നിങ്ങളും പാപസംബന്ധമായി മരിച്ചവരെന്നും ക്രിസ്തുയേശുവിൽ ദൈവത്തിന് ജീവിക്കുന്നവരെന്നും നിങ്ങളെ തന്നെ എണ്ണുവിൻ. ആമേൻ. അവണ്ണം നിങ്ങളും പാപസംബന്ധമായി മരിച്ചവരെന്ന്. യേശു ക്രിസ്തുവിനെ കുറിച്ച് അതിനു മുന്നേ ഉള്ള വാക്യത്തിൽ പറഞ്ഞേക്കുന്നത്. യേശു എന്ത് പാപം ചെയ്തിട്ടാ? ഒരു പാപം ചെയ്തിട്ടില്ല. എന്നാലും പാപസംബന്ധമായിട്ട് മരിച്ചു എന്ന് പറഞ്ഞിട്ട് നമ്മളും എന്ത് ചെയ്യണം? പാപസംബന്ധമായിട്ട് മരിച്ചവരെന്നുള്ള ആ ഒരു സ്റ്റെപ്പ് എടുക്കണം. അപ്പം ഞാൻ സ്നാനത്തിന്റെ സമയത്ത് എപ്പോഴും പറയുന്ന ഒരു വാക്യം, എപ്പോഴും പറയുന്ന ഒരു ചെറിയ ഫ്രേസാ, നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കും. ഞാനത് പിന്നെ ഞാനത് ആവർത്തിക്കാറുണ്ട്. പാപത്തിന്റെ അടിമകളായിരിക്കുന്നവർക്ക് ഒരു രക്ഷയുള്ളൂ,
പാപസംബന്ധമായിട്ട് മരിക്കുക. പാപസംബന്ധമായിട്ട് മരിക്കുക എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് ജീവിതം കർത്താവിന് വേണ്ടി സമർപ്പിക്കുക, യേശുവിന്റെ ശിഷ്യനായി തീരുക. അത് പബ്ലിക്കായിട്ട് നമ്മൾ സ്നാനമുഖാന്തരം നമ്മൾ പബ്ലിക്കായിട്ട് അത് ഡിക്ലെയർ ചെയ്യുക. ഇത് രഹസ്യമായിട്ട് വെച്ചുകൊണ്ടിരിക്കാനല്ല, പബ്ലിക്കായിട്ട് പറയുക, ഞാൻ ഇനി എനിക്കായിട്ടല്ല ജീവിക്കുന്നത്, മറ്റുള്ളവർക്ക് വേണ്ടിയല്ല ഞാൻ ജീവിക്കുന്നത്, ഇനി ഞാൻ യേശുവിന് വേണ്ടി ജീവിക്കുക എന്ന് പബ്ലിക്കായിട്ട് നമ്മളൊരു പ്രഖ്യാപനം ചെയ്യുക. റിസ്ക് ചെയ്യുക, പ്രശ്നമുള്ള കാര്യങ്ങളാണ്. എന്നാലും അങ്ങനെ നമ്മുടെ ജീവിതം കർത്താവിന് വേണ്ടി സമർപ്പിക്കുക. അങ്ങനെ ഒരു സ്റ്റെപ്പ് എടുക്കുക, പാപസംബന്ധമായിട്ട് നമ്മൾ മരിക്കുക. അതുകൊണ്ടാണ് ഈ സ്നാനം എടുത്തു കാണിക്കുന്നത്. ആത്മീയമായിട്ട് നമ്മുടെ ഹൃദയത്തിൽ നടന്ന ഒരു പ്രവൃത്തി നമ്മൾ പുറമെ എടുത്തു കാണിക്കുക. എങ്ങനെ? ക്രിസ്തുവിന്റെ കൂടെ നമ്മൾ മരിച്ചു, ക്രിസ്തുവിന്റെ കൂടെ അടക്കപ്പെട്ടു, നമ്മളൊരു പുതിയ വ്യക്തിയായിട്ട് നമ്മൾ ഉയർത്തെഴുന്നേൽക്കുന്നു. പുതിയ ജീവന് വേണ്ടി, പുതിയൊരു ജീവന് വേണ്ടി, പുതിയൊരു സ്റ്റെപ്പ്, പുതിയൊരു രീതിയിലോട്ട് നമ്മൾ ഉയർത്തെഴുന്നേറ്റ് നമ്മൾ ജീവിക്കുക. പാപസംബന്ധമായിട്ട് മരിച്ചു. ഒരു അടിമ ഒരിക്കലും ആ അടിമത്തത്തിൽ സ്വാതന്ത്ര്യം കിട്ടാൻ ഒക്കാത്തൊരു അവസ്ഥയില്ല. എന്നാലും ആ അടിമ മരിച്ചു കഴിയുമ്പോൾ യജമാന്റെ അടിമയുടെ മേല് ഇനിയും അധികാരമില്ല. പാപസംബന്ധമായിട്ട് മരിക്കുന്നവർക്കോ പാപത്തിന് മേൽ ആ വ്യക്തിയുടെ മേൽ ഇനിയും അധികാരമില്ല. സ്തോത്രം. അത് നമുക്ക് ദൈവം തരുന്ന ഒരു സ്വാതന്ത്ര്യമാണ്, ദൈവം തരുന്ന ഒരു ഫ്രീഡമാണ്, ദൈവം ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ്. എനിക്ക് വീട്ടാനൊക്കാത്ത ഒരു കടം, പാപത്തിന്റെ കടം എനിക്ക് ഒരിക്കലും വീട്ടാനൊക്കത്തില്ല, വേറൊരു വ്യക്തിക്കും വീട്ടാനൊക്കത്തില്ല. എന്തുകൊണ്ട്? പാപം ചെയ്യുന്ന ദേഹി മരിക്കണം, അല്ലേ? വാക്യം അറിയാമല്ലോ, പാപത്തിന്റെ ശമ്പളം മരണം. അങ്ങനെയാണെങ്കിൽ എന്റെ പാപത്തിന് വേണ്ടി ഞാൻ മരിച്ചേ പറ്റൂ. വേറൊരാൾ വന്നിട്ട് പറയാ, വേറൊരാൾ എന്റെ പാപത്തിന് വേണ്ടി മരിക്കണമെന്ന് പറഞ്ഞാൽ നടക്കത്തില്ല. ഞാൻ വേറൊരാളുടെ പാപത്തിന് വേണ്ടി മരിക്കണമെന്ന് പറഞ്ഞാൽ ഒക്കത്തില്ല. ഞാൻ അങ്ങനത്തെ ഒരു ഓഫർ കൊണ്ടുവരിക, കുഴപ്പമില്ല, ഞാൻ ഇദ്ദേഹത്തിന്റെ പാപത്തിന് വേണ്ടി ഞാനും മരിച്ചോളാം, ഒക്കത്തില്ല. എന്തുകൊണ്ട്? കാരണം എന്റെ പാപത്തിന് വേണ്ടി പിന്നെ ആര് മരിക്കും? അപ്പൊ ഞാൻ ആദ്യം എന്റെ പാപത്തിന് വേണ്ടി മരിക്കണം. ഞാൻ എന്റെ പാപത്തിന് മരിച്ചു കഴിയുമ്പോൾ പിന്നെ എനിക്ക് പിന്നെ വേറൊരു ജീവനില്ല അദ്ദേഹത്തിന് വേണ്ടി കൊടുക്കാൻ, വേറൊരാൾക്ക് വേണ്ടി കൊടുക്കാൻ എനിക്ക് വേറൊരു ജീവനില്ല. അതുകൊണ്ട് ആർക്കും മറ്റ് ഒരു വ്യക്തിയുടെ പാപത്തിന് വേണ്ടി മരിക്കാൻ ഒക്കത്തില്ല. എന്നാലും യേശു ക്രിസ്തു പാപമില്ലാത്ത വ്യക്തി ആയതുകൊണ്ട്, പാപമില്ലാതെ ജീവിച്ചത് കൊണ്ട് മറ്റുള്ളവരുടെ പാപത്തിന് വേണ്ടി മരിക്കാൻ ഒക്കും. ലോജിക്കലി അത് പോസിബിളാണ്. അത് വെറുതെ എഴുതിത്തള്ളേണ്ട ആവശ്യമില്ല. യേശുക്രിസ്തുവിന്റെ മരണം മുഖാന്തരം ആ കടം എഴുതിത്തള്ളുമല്ല, ആ കടം വീട്ടിയിരിക്കുന്നു. യേശുക്രിസ്തുവിന്റെ ക്രൂശ് മരണം മുഖാന്തരം ആ കടം വീട്ടിയിരിക്കുന്നു. ഞാൻ സ്വതന്ത്രനായിരിക്കുന്നു, നമ്മള് സ്വതന്ത്രരായിരിക്കുന്നു. പാപത്തിന്റെ ആ അടിമത്തത്തിൽ നമ്മൾ ഫ്രീ ആയിരിക്കുന്നു. അത് വലിയൊരു അനുഗ്രഹമാണ്. അത് ക്രിസ്തു നമുക്ക് വേണ്ടി ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ്. റോമലേഖനം 6-ാം അധ്യായം അതിന്റെ 14-ാം വാക്യം നമുക്കൊന്ന് വായിക്കാം. നിങ്ങൾ ന്യായപ്രമാണത്തിനല്ല കൃപയ്ക്കത്രേ അധീനരാക്കിയാൽ പാപം നിങ്ങളിൽ കർത്തൃത്വം നടത്തുകയില്ലല്ലോ. പാപം നിങ്ങളുടെ മേൽ കർത്തൃത്വം നടത്തത്തില്ല. എന്തുകൊണ്ട്? നിങ്ങൾ ന്യായപ്രമാണത്തിന് അധീനരല്ല. ന്യായപ്രമാണം പറഞ്ഞു നിങ്ങൾ ഇങ്ങനെ ചെയ്യണം, അങ്ങനെ ചെയ്യണം, അങ്ങനെ ചെയ്യണം, ഇങ്ങനെ നിയമങ്ങളെല്ലാം വരിക്ക് എഴുതി വെച്ചു. ന്യായപ്രമാണം അതെല്ലാം കൂടെ പാലിക്കാൻ ഒക്കുമോ? ശ്രമിക്കാം, ചിലപ്പോഴൊക്കെ ഒക്കും, അല്ലേ? ന്യായപ്രമാണം എല്ലാം പാലിക്കാൻ ഒക്കുമോ? കുറച്ചൊക്കെ ഒക്കും. എത്ര നേരത്തേക്ക്? ചിലപ്പോ ഒരു 5 മിനിറ്റത്തേക്ക്. ഓക്കെ, അരമണിക്കൂറത്തേക്ക്. ആരെങ്കിലും എനിക്ക് ഇഷ്ടപ്പെടാത്ത ഒരു കാര്യം പറയുമ്പോഴായിരിക്കും പിന്നെ അതവിടെ അവസാനിക്കുന്നത്. അല്ലെങ്കിൽ എനിക്ക് ഇഷ്ടമില്ലാത്ത ഒരു വ്യക്തിയെ കാണുമ്പോഴായിരിക്കും അത് അവസാനിക്കുന്നത്. അല്ലേലും ഈ പുള്ളി ഇങ്ങനെ, അല്ലേലും അങ്ങനെ. അപ്പോഴത്തേക്ക് നമ്മുടെ ഉള്ളിൽ ഏതാണ്ട് കൂടെ തിളച്ച് മറിയാൻ തുടങ്ങും, അല്ലേ? അവിടെ കൊണ്ട് നമ്മുടെ വിശുദ്ധ ജീവിതം അവസാനിച്ചു. എത്ര നാൾ പാപമില്ലാതെ ജീവിക്കാൻ ഒക്കുന്നില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയായി പോയി. ഒന്നുകൂടെ ആ വാക്യം, 14-ാം വാക്യം. നിങ്ങൾ ന്യായപ്രമാണത്തിനല്ല കൃപയ്ക്കത്ര അധീനരാകിയാൽ പാപം നിങ്ങളിൽ കർത്തൃത്വം നടത്തുകയില്ലല്ലോ. അപ്പൊ നമ്മൾ അധീനരായിരിക്കുന്നത് എന്തിനാ? കൃപയ്ക്ക് അധീന. കൃപ ലഭിച്ചവൻ.
എവിടുന്ന് കൃപ? എന്തുവായി കൃപ? നേരത്തെ പറഞ്ഞല്ലോ, ഈ കടം ഈ എഴുതിത്തള്ളുമെന്ന് പറഞ്ഞ പരിപാടി ശരിയാകത്തില്ല. എന്നാലും ആ കടം വീട്ടിയേ പറ്റൂ. ആ കടം എനിക്ക് വീട്ടാൻ ഒക്കുന്നില്ല, വേറൊരു വ്യക്തിക്ക് എനിക്ക് വേണ്ടി വീട്ടിൽ തരാൻ ഒക്കത്തുമില്ല. അങ്ങനാണെങ്കിൽ ആ കടം വീട്ടാൻ ഒക്കുന്ന ഒരു വ്യക്തിയേ ഉള്ളൂ, അത് യേശു ക്രിസ്തു. വേറെ പണിയില്ലേ വല്ലോന്റെ കടം വീട്ടാൻ നടക്കുന്നത്? സ്വന്തം കാര്യം നോക്കി പോരാ. അവര് കടം വെച്ച് ഉണ്ടാക്കി വെച്ചേക്കുന്നത് അവരുടെ അശ്രദ്ധയായിരിക്കാം, അവരുടെ തെറ്റായിരിക്കാം, അവരുടെ പാപമായിരിക്കാം, അവരുടെ ജീവിത രീതി ആയിരിക്കാം, മനോഭാവമായിരിക്കാം. ആ വ്യക്തി പാപം ചെയ്തതോ അവരുടെ കയ്യിലിപ്പ. ഞാൻ പാപം ചെയ്തതോ എന്റെ കയ്യിലിപ്പ. വേറെ ആരും ഞാൻ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, കുറ്റം ഇങ്ങോട്ട് തന്നെയാ. അപ്പൊ യേശു എന്തിന് എന്റെ പാപം ക്ഷമിക്കുന്നു? യേശു എന്തിന് നമ്മുടെ പാപം ക്ഷമിക്കുന്നു? വേറെ പണിയില്ലയോ? ദൈവത്തിന്റെ ക്യാരക്ടർ കരുണ, സ്നേഹം, കൃപ. സ്തോത്രം. നമ്മൾ ന്യായപ്രമാണത്തിന് അധീനരല്ല. എന്തിനാ അധീനരായിരിക്കുന്നത്? കൃപ. നമ്മുടെ ജീവിതം ന്യായപ്രമാണത്തല്ല, കൃപയാലുള്ള ജീവിതമാണ്. ഫ്രീ ഗിഫ്റ്റ് ഓഫ് സാൽവേഷൻ അല്ലേ? രക്ഷ സൗജന്യമായിട്ട് തന്നിരിക്കുന്നു. കൃപയാലായതുകൊണ്ടാ. രക്ഷയ്ക്ക് വേണ്ടി നമ്മളും കൂടെ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ അത് പിന്നെ കൃപയാലല്ല. സ്തോത്രം. പിന്നെ 16-ാം വാക്യം ഇനി ഒന്ന് വായിക്കാം. 16-ാം വാക്യം, 6-ാം അധ്യായം, അതിന് 16-ാം വാക്യം. നിങ്ങൾ ദാസന്മാരായി അനുസരിപ്പാൻ നിങ്ങളെ തന്നെ സമർപ്പിക്കുകയും നിങ്ങൾ അനുസരിച്ച് പോരുകയും ചെയ്യുന്നവന് ദാസന്മാരാകുന്നുവെന്ന് അറിയുന്നില്ലയോ? ഒന്നുകിൽ വർണ്ണത്തിനായി പാപത്തിന്റെ ദാസന്മാർ, അല്ലെങ്കിൽ നീതിക്കായി അനുസരണത്തിന്റെ ദാസന്മാർ തന്നെ. നമ്മള് സ്വാതന്ത്ര്യം കിട്ടി, സ്വതന്ത്രരായി, പാപത്തിന് അധീനരല്ല. ഇനി എന്തിന് അധീനരാ? നമ്മള് കൃപയ്ക്ക് അധീനരായിട്ടുള്ളവർ. അപ്പൊ പാപത്തിൽ തുടരണോ? അതിന്റെ വേറെ ചില വാക്യങ്ങളുണ്ട്, എല്ലാം വായിക്കാൻ ഞാൻ ടൈം എടുക്കുന്നത്. പാപത്തിൽ തുടരണോ? ദൈവം ക്ഷമിക്കാൻ റെഡിയാ. എനിക്ക് പാപം ചെയ്യാൻ ഇഷ്ടമാ, ദൈവത്തിന് ക്ഷമിക്കാനും ഇഷ്ടമാണ്. ഒക്കുമോ? ഒക്കത്തില്ല. എന്തുകൊണ്ട്? ഈ അധ്യായം വീട്ടിൽ ചെന്ന് ഒരു ക്ലിയർ ആയിട്ടൊന്ന് വായിച്ചു നോക്കണം. അവിടെ പറയുന്നു, നാം എന്തിന് നമ്മൾ അധീനനാവുന്നോ, ഏതിനെ നമ്മൾ അനുസരിക്കാൻ തുടങ്ങുന്നോ, അതിന് നമ്മൾ അടിമകളാവുക. ഏതിന് മുമ്പാകെ ചെന്ന് മുട്ടുകുത്തുന്നോ അതിന് നമ്മൾ അധീനനാവുക. അത് എൻ്റെ യജമാനാവുക. ഞാൻ അതിന് അടിമയായി തീരുക. ഞാൻ എന്തിനെ അനുസരിക്കുന്നോ അതെന്റെ യജമാനായിത്തീരുന്നു, ഞാൻ അതിന് അടിമകളായിത്തീരുന്നു. അവിടെ ഇവിടെ പറഞ്ഞ് നമ്മൾ എന്ത് ചെയ്യണം? നീതിയെ അനുസരിച്ച് നീതിയുടെ അടിമയായി തീരുക, നീതിയുടെ ദാസനായി തീരുക, പാപത്തിനല്ല. അവൻ ഒരു വ്യക്തി പറഞ്ഞു, അയ്യോ എനിക്ക് സ്വാതന്ത്ര്യമുണ്ട്, എനിക്ക് എന്നെ ഇഷ്ടം പോലെ ചെയ്യാം. തീർച്ചയായിട്ടും സ്വാതന്ത്ര്യമുണ്ട്, ഇഷ്ടം പോലെ ചെയ്യാം, ഇഷ്ടം പോലെ ജീവിക്കാം. തിരിച്ച് അടിമത്തത്തിലോട്ട് മടങ്ങി പോകണമെങ്കിൽ അത് നിങ്ങളുടെ ചോയ്സ് അല്ലേ? അത് നിങ്ങളുടെ ചോയ്സ്. എന്നാലും യേശു ക്രിസ്തു മുഖാന്തരം പാപത്തിന്റെ അടിമത്തത്തിൽ നമ്മൾ ഫ്രീ ആയിരിക്കുന്നു. വേറെ ആരും ചെയ്യാനൊക്കാത്ത ഒരു പ്രവൃത്തി, ആരും ചെയ്യാത്ത ഒരു പ്രവൃത്തി എന്ന് മാത്രമല്ല, വേറെ ആർക്കും ചെയ്യാനൊക്കാത്ത പ്രവൃത്തി ആരുമില്ല. ആ കടഭാരം വീട്ടിൽ തരാൻ, പാപത്തിന്റെ ആ കടഭാരം വീട്ടിൽ തരാൻ ആരുമില്ല. ഈ യേശു ക്രിസ്തു മാത്രമേ ഉള്ളൂ. മറ്റേത് കടമാന്നേലും ആരെങ്കിലും വീട്ടിൽ തരാൻ വെക്കും, ആരെങ്കിലും കരുണ കാണിച്ച് എങ്ങനെയെങ്കിലും ഹെൽപ്പ് ചെയ്യാൻ വെക്കും. ഇത് ഒരു കാരണവശാലും ഒക്കത്തില്ല. യേശുവിന് മാത്രമേ ചെയ്യാനൊക്കത്തുള്ളൂ. കാരണം വേറെ ആരും പാപമില്ലാത്ത വ്യക്തി ഇല്ല. എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് നഷ്ടപ്പെട്ടിരിക്കുന്നതാണ് ദൈവവചനം പറഞ്ഞേക്കുന്നത്. സ്തോത്രം. യേശുവിന്റെ പേര് തന്നെ
അത് യോശുവ എന്ന പേരിന്റെ ആ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരിക. യേശുവിന്റെ പേര് യേശു, യഹോശുവ, യശുവ, യേശു. അതിന്റെ അർത്ഥം പഴയ നിയമത്തില് അതിന്റെ അർത്ഥം ഇതായിരുന്നു: ദൈവം രക്ഷയാ. God is salvation. ദൈവം രക്ഷയാ. നേരത്തെ ഞാൻ ചോദിച്ചല്ലോ ഒരു ചോദ്യം, ദൈവത്തിന് എന്തോ വേറെ പണിയില്ലയോ, മറ്റു വല്ലവരുടെ കടം വീട്ടാൻ നടക്കുവാന്നോ? അത് ദൈവത്തിന്റെ ക്യാരക്ടറാ. മറ്റുള്ളവരെ സ്നേഹിക്കാനും കരുണ കാണിക്കാനും നമ്മളുടെ ആ ബലഹീനത മനസ്സിലാക്കി അതിന് തക്കവണ്ണം നമ്മളെ രക്ഷിക്കാനും ദൈവത്തിന്റെ ക്യാരക്ടറാ അത്. ഇപ്പൊ ചിലർ പറയും ഇങ്ങനെയൊക്കെ പ്രസംഗിച്ചാല് മനുഷ്യർ പാപത്തിൽ അങ്ങ് തുടരും, പാപത്തിൽ കണ്ടിന്യൂ ചെയ്യും എന്ന് ആൾക്കാർ പറയും. കൃപ എന്ന് പറഞ്ഞുകൊണ്ടൊക്കെ പ്രസംഗിച്ചുകൊണ്ടിരുന്നാല് മനുഷ്യർ പാപം ചെയ്തുകൊണ്ടിരിക്കും. ഈ പാപം ചെയ്യുന്നതെന്ന് പറയുന്നത് ദൈവമക്കൾക്ക്, ശ്രദ്ധിച്ചോണ്ട്, ദൈവമക്കൾക്ക് മാത്രം അതൊരു ചോയ്സാ. എനിക്ക് പാപം ചെയ്യാനോ ചെയ്യാതിരിക്കാനോ ഒക്കും. എന്നാലും ഞാൻ പാപം ചെയ്ത് അതിൽ തുടരുമ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്തിനെ നമ്മൾ അനുസരിക്കുന്നു അതിന് നമ്മൾ അധീനനാവുന്നു. എന്തിനെ ഞാൻ അനുസരിക്കുന്നു അതിന്റെ അടിമ ആയിത്തീരുന്നു. ഐ ബിക്കം ഇറ്റ് സ്ലേവ്. ഞാൻ അതിന്റെ സ്ലേവ് ആയിത്തീരുക. അപ്പോഴ് യേശു ക്രിസ്തു നമ്മളെ രക്ഷിച്ചു. യേശു ക്രിസ്തു നമുക്ക് ആർക്കും വേറെ ആർക്കും വീട്ടാനൊക്കാത്തൊരു വലിയൊരു കടം നമുക്ക് വീട്ടിൽ തന്ന് യേശു, ആ യേശുവിനെ മറന്നിട്ട് നമ്മൾ പാപത്തിലോട്ട് മടങ്ങിപ്പോയി പിന്നെ പാപത്തിന്റെ അടിമയായി തീരുവാണെങ്കിൽ, അങ്ങനെ ജീവിതം കളയാൻ താല്പര്യമുണ്ടോ? അങ്ങനെ നമ്മുടെ ഭാവി കളയാൻ താല്പര്യമുണ്ടോ? അങ്ങനെ നമ്മുടെ നിത്യത കളയാൻ താല്പര്യമുണ്ടോ? തീർച്ചയായിട്ടും ഇല്ല. കർത്താവിന് വേണ്ടി ജീവിക്കാനാണ് നമുക്ക് താല്പര്യം. സ്വാതന്ത്ര്യത്തിൽ ജീവിക്കാനാണ് താല്പര്യം. കാരണം ആ സ്വാതന്ത്ര്യം ക്രിസ്തു തന്ന കരുണമുഖാന്തരം. ഇസ്രായേൽ മക്കള് അടിമകളായിട്ട് തലമുറയായിട്ട് ദൈവത്തോട് നിലവിളിച്ചു, അയ്യോ ഞങ്ങളിങ്ങനെ ആയിപ്പോയല്ലോ, ആര് ഞങ്ങളെ രക്ഷിക്കും? തീർച്ചയായിട്ടും ഒരിക്കലും ഫറവോനും ആ മിസ്രൈം രാജ്യം അവരെ ഫ്രീ ആക്കത്തില്ല. കാരണം ഇത്രയും ജനങ്ങളുടെ ഫ്രീ ലേബർ കിട്ടുന്നു. ബിസിനസ് ചെയ്യുന്നവർക്കറിയാം, ആ ബിസിനസ്സിന്റെ എക്സ്പെൻസിലെ വലിയൊരു എക്സ്പെൻസ് ലേബറാണ്. ചിലപ്പോൾ അതിലെ ഏറ്റവും വലിയ എക്സ്പെൻസ് ലേബറാണ്. അതുകൊണ്ട് ലേബർ ഇന്റൻസീവ് ആയിട്ടുള്ള ബിസിനസ് ഒക്കെ പ്രോഫിറ്റബിൾ ആകാൻ വലിയ ബുദ്ധിമുട്ടാണ്. മിസ്രൈമിന് ഇത്രയും ഫ്രീ ലേബർ കിട്ടി. ആഹാരം ജീവിതം വേണ്ടി മാത്രം കുറച്ച് ആഹാരം, കുറെ വെജിറ്റബിൾസ് എല്ലാം കൊടുക്കും, അത്രേ ഉള്ളായിരുന്നു. അങ്ങനെ അവര് ജീവിച്ചതാ. കാരണം മരിച്ചാൽ കുഴപ്പമില്ല, കുഴിച്ചിട്ടേക്കാം, ഇനിയും ഇഷ്ടംപോലെ ജനങ്ങൾ ഉണ്ടല്ലോ എന്നുള്ളൊരു മനോഭാവമായിരുന്നു മിസ്രൈമിയർക്ക്. അപ്പൊ ഇസ്രായേൽ മക്കള് ഇങ്ങനെ വർഷങ്ങൾ തലമുറയായിട്ട് ഇങ്ങനെ അടിമകളായിട്ട് ജീവിക്കുന്നു. ആര് രക്ഷിക്കാനാ? ആര് കരുണ തോന്നാനാ? ആർക്കവരെ വേണം? തലമുറ എത്രയോ 400 സംവത്സരം അടിമകളായി ആർക്കവരെ വേണം? അവരുടെ സ്വഭാവം, അവരുടെ മനോഭാവം എല്ലാം ഒരു വല്ലാത്തൊരവസ്ഥയിലായി. കാരണം ഇവര് ഈ മനുഷ്യരെ മൃഗത്തെ പോലെ ട്രീറ്റ് ചെയ്തിരുന്നതാണ്. ചിന്തിച്ചു നോക്കണം, അങ്ങനത്തെ ഒരു പശ്ചാത്തലത്തില് തലമുറയായിട്ട് ജനിച്ച ആൾക്കാരാ. വിദ്യാഭ്യാസമുണ്ടോ? ഒന്നുമില്ല, ഒരു കാര്യമില്ലാത്ത ഒരു വല്ലാത്തൊരവസ്ഥയില. എന്നാലും ദൈവത്തിന്റെ ക്യാരക്ടർ, കരുണയും സ്നേഹവും ക്ഷമിക്കുന്ന ഒരു മനോഭാവം, ഇങ്ങനെ ഒത്തിരി ക്യാരക്ടർ ദൈവത്തിനുള്ളതുകൊണ്ട് ഇങ്ങനെയുള്ള വ്യക്തികളെ കാണുമ്പോൾ ദൈവത്തിന് മനസ്സിലേക്ക് തോന്നും. അവര് ദൈവത്തോട് നിലവിളിച്ചപ്പോഴല്ലോ ദൈവത്തിന് ഇസ്രായേൽ മക്കളോട് മനസ്സലിവ് തോന്നി. വേറെ ആർക്കും മനസ്സലിവ് തോന്നിയില്ല. വേറെ ഒരു രാജ്യത്തിലും, മറ്റ് പല രാജ്യങ്ങളും മിസ്രൈമായിട്ട് ആ 400 സംവത്സരം ഇടപെടുന്ന പല രാജ്യങ്ങളുണ്ടായിരുന്നു. അവർ ആർക്കെങ്കിലും പറയാമായിരുന്നു, നിങ്ങൾ ഇവരെ ഇങ്ങനെ വെച്ചോണ്ടിരിക്കല്ലേ, ഇനി നിങ്ങൾ അവരെ വിട്. ആരും പറഞ്ഞില്ല. ആർക്കും, വേറെ ഒരു രാജ്യങ്ങൾക്കും, പല വലിയ രാജ്യങ്ങൾ ആ ദേശത്തുണ്ടായിരുന്നു, ഒരു രാജ്യത്തിനും ഇസ്രായേൽ മക്കളോട് കരുണ തോന്നിയില്ല. എന്നാലും യഹോവയെ ദൈവത്തിന് കരുണ തോന്നി. ദൈവത്തോട് നിലവിളിച്ചു, ദൈവം കരുണ തോന്നി. ഇന്ന് ഞാൻ നിങ്ങളൊരു കാര്യം പറയട്ടെ. ഇവിടെ ഇരിക്കുന്നവരോ
യൂട്യൂബിൽ വാച്ച് ചെയ്യുന്നവരോ ആരെങ്കിലും പാപത്തിന്റെ അടിമകളായിട്ടുള്ളവരുണ്ടെങ്കിൽ, നിങ്ങൾ ക്രിസ്ത്യാനിയാണോ ദൈവമക്കളാണോ അല്ലയോ അതൊന്നുമല്ല ഞാൻ പറഞ്ഞത്. ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യം ഇതേ ഉള്ളൂ: പാപത്തിന് അടിമയാണോ അല്ലയോ? പാപത്തിന് അടിമയാണെങ്കിൽ ഇന്ന് ജീവിതം യേശുവിന് സമർപ്പിക്കാം. അപ്പൊ പറയും, അല്ല ഞാൻ രക്ഷിക്കപ്പെട്ടതാ, ഞാൻ സ്നാനപ്പെട്ടതാ, ഞാൻ അഭിഷേകം പ്രാപിച്ച. പാപത്തിന്റെ അടിമയാണോ ജീവിതം കർത്താവിന് സമർപ്പിക്കാം. അതെങ്ങനെ അറിയാം? ആരാ നിയന്ത്രിക്കുന്നത്? ഞാനാണോ എൻ്റെ ജീവിതം നിയന്ത്രിക്കുന്നത്, അതോ പാപമാണോ നിയന്ത്രിക്കുന്നത്? പാപം നിയന്ത്രിക്കുന്നതാണെങ്കിൽ പാപത്തിന്റെ അടിമയാണ്. അങ്ങനെയാണെങ്കിൽ ജീവിതം കർത്താവിന് സമർപ്പിക്കാൻ ഇന്ന് ഇപ്പോൾ അതിന് സമയമായിട്ടുണ്ട്. പിന്നെ അവസാനം വായിച്ചത് നമുക്ക് കിട്ടിയ സ്വാതന്ത്ര്യം നിലനിർത്താൻ ചെയ്യേണ്ടത് ഒരു കാര്യം ഇതാണ്: നമ്മൾ ന്യായപ്രമാണത്തിന് അധീനരല്ല, കൃപയ്ക്ക് അധീനരാണ്. പാപത്തിലോട്ട് മടങ്ങിപ്പോയി പിന്നെ പാപത്തിന് മുമ്പാകെ മുട്ടുകുത്തേണ്ട ആവശ്യമില്ല. നമ്മൾ സ്വതന്ത്രരാണ്. പാപം ചെയ്യുന്ന ഒരു ചോയ്സാ. അതുകൊണ്ട് ഞാൻ ചൂസ് ചെയ്ത് പാപം ചെയ്യുന്നില്ല. ഞാൻ ചൂസ് ചെയ്യുന്നത് നീതിക്ക് വേണ്ടി ജീവിക്കാൻ, ഞാൻ ചൂസ് ചെയ്ത് യേശുവിന് വേണ്ടി ജീവിക്കാൻ. അതൊരു ചോയ്സാ. നമ്മൾ ആ ചോയ്സ് മനഃപൂർവ്വം ചൂസ് ചെയ്ത് ഞാൻ കർത്താവിന് വേണ്ടി ജീവിക്കണം. സ്തോത്രം. അപ്പൊ പറയും, അങ്ങനെ ഒരു ചോയ്സ് എന്ന് പറഞ്ഞാൽ അങ്ങനെ കർത്താവിനെ ചൂസ് ചെയ്യുന്നില്ലെങ്കിൽ വേണ്ട, വയ്ക്കോ. ആർക്ക് വേണം നിത്യജീവൻ? ആർക്ക് വേണം ഒരു ദൈവമായാലായി തീരാൻ? ആർക്ക് വേണം സ്വാതന്ത്ര്യം, ആത്മാവിലുള്ള സ്വാതന്ത്ര്യം? അതാർക്ക് വേണം? അതാ യേശു ക്രിസ്തു ഓഫർ ചെയ്യുന്നത്. നമുക്ക് എല്ലാവർക്കും ഒരു നിമിഷം എഴുന്നേൽപ്പിക്കാം. സ്തോത്രം. ഇങ്ങനെ കർത്താവിന് ജീവിതം സമർപ്പിക്കാൻ താല്പര്യമുള്ളവര് ഒരു നിമിഷം നമ്മളെല്ലാവരും ഒന്ന് കണ്ണടയ്ക്കാം. ഒരു നിമിഷം ജീവിതം കർത്താവിന് സമർപ്പിച്ച് ഇത് കഴിഞ്ഞിട്ട് രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഒരു അവസരം എടുക്കാം. അതല്ല, ഇന്ന് കംപ്ലീറ്റ് ആയിട്ട് എനിക്ക് എൻ്റെ ജീവിതം യേശുവിന് വേണ്ടി സമർപ്പിക്കണം. ഇത്ര നാൾ ഞാനൊരു പള്ളി ഭക്തിയും കൊണ്ട് നടന്നു, ഇത്ര നാള് ഞാനൊരു ക്രിസ്ത്യാനിന്റെ പേരും കൊണ്ട് നടന്നു, അല്ലെങ്കിൽ ഒരു വിശ്വാസിന്റെ പേരും കൊണ്ട് നടന്നു. പണ്ടെങ്ങാണ്ട് ഞാൻ രക്ഷിക്കപ്പെട്ടു, പണ്ട് അഭിഷേകം പ്രാപിച്ചതോ, പണ്ട് ഞാൻ ഏതാണ്ട് ചെയ്തു, പണ്ട് സ്നാനപ്പെട്ടു. അത് വിട്. ജീവിതം കർത്താവിന് സമർപ്പിക്കാൻ സമയമായി. ഒരു നിമിഷം പ്രാർത്ഥിക്കാം. അങ്ങനെ പ്രാർത്ഥിക്കാൻ താല്പര്യമുള്ളവർ ഇങ്ങനെ നിങ്ങൾ പ്രാർത്ഥിക്കുക: യേശുവേ, ഞാൻ എന്നെ തന്നെ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. കർത്താവേ, ജീവിതത്തിന്റെ പല സാഹചര്യങ്ങളും മുഖാന്തരം ഞാൻ പാപത്തിന് അടിമയായിപ്പോയി, പാപത്തിന് അധീനനായി. എന്നാലും ഇന്ന് അങ്ങ് എന്നോട് കരുണ തോന്നണമേ. എനിക്ക് വീട്ടാനൊക്കാത്ത കടം എനിക്ക് വീട്ടിൽ തരണമേ. എൻ്റെ പാപങ്ങളെ ക്ഷമിച്ച് എന്നെ ഒരു ദൈവമായാലാക്കി തീർക്കണമേ. നിത്യജീവൻ അവകാശിയാക്കണമേ. യേശുവിന്റെ രക്തത്താലിനെ കഴുകി ശുദ്ധീകരിക്കണമേ. ഒരു ദൈവമായാലാട്ട് പാപത്തിന് അധീനനല്ല, ന്യായപ്രമാണത്തിന് അധീനനല്ല, കൃപയ്ക്ക് അധീനനായിട്ട് യേശുവിന് അധീനനായിട്ട് ജീവിക്കാൻ ഞാൻ താല്പര്യപ്പെടുന്നു. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. സ്തോത്രം. ശരീരത്തില് രോഗം, പ്രയാസം, ശരീരത്തിൽ വേദന അനുഭവിക്കുന്നവര് എത്ര പേരുണ്ട്? ഒന്ന് കരമുയർത്താം. ഞാൻ ഇപ്പൊ തന്നെ ഒരു വാക്ക് പ്രാർത്ഥിക്കാം. കരമുയർത്തിക്കോ. ഞാൻ ഓരോരോ കാര്യം എടുത്തു പറയാൻ വേണ്ടി പറയുന്നതിന് മുമ്പേ തന്നെ കരമുയർത്തിക്കോ. 1, 2, 3. വേറെ ആരെങ്കിലും ഉണ്ടോ? കരമുയർത്തിക്കോ. വയ്യാതിരിക്കുന്നവരാരെങ്കിലും ഉണ്ടോ? ശാരീരികമായിട്ട് പ്രയാസം അനുഭവിക്കുന്നവരുണ്ടോ? ഞാനും കൈ ഉയർത്തേക്കോ. എനിക്കും ശാരീരികമായിട്ടൊരു പ്രയാസമുണ്ട്. വേറെ ആരെങ്കിലും ഉണ്ടെന്ന് കരമുയർത്തിക്കോ. സ്തോത്രം. യൂട്യൂബിൽ നമ്മളെ വാച്ച് ചെയ്തവരും സ്തോത്രം. യൂട്യൂബിൽ വാച്ച് കരമുയർത്തി പിടിച്ച ഒരു ചിലടുത്തേക്ക് ഒരു 2 മിനിറ്റ് മാത്രം യൂട്യൂബിൽ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നവർ നിങ്ങളും ഇത് വാച്ച് ചെയ്യുമ്പോൾ തന്നെ ഒന്ന് കരമുയർത്ത്. ശാരീരികമായിട്ട് പ്രയാസത്തിലാണെങ്കിൽ സ്വർഗ്ഗസ്ഥനായ പിതാവേ, കരമുയർത്തിയിരിക്കുന്ന ഓരോ വ്യക്തിയെ ഞാൻ ദൈവകാലം സമർപ്പിക്കുന്നു. ഈ ശരീരത്തിൽ പ്രവർത്തിക്കുന്ന എല്ലാ രോഗാത്മാവിനെയും ഇപ്പൊ തന്നെ ഞാൻ ശാസിക്കുന്നു, പുറത്തു പോകാൻ കൽപ്പിക്കുന്നു. കർത്താവെ, മരുന്നിനും ഡോക്ടർമാർക്കും ഒരു പരിമിതിയുണ്ട്, ഒരു ലിമിറ്റേഷൻ ഉണ്ട് കർത്താവെ. എന്നാലും എൻ്റെ ദൈവത്തിന് ഒരു ലിമിറ്റും ഇല്ല, ഞങ്ങൾ വിശ്വസിക്കുന്നു. സ്തോത്രം. യേശുവിന്റെ നാമത്തില് ഞാൻ കൽപ്പിക്കുന്നു, സൗഖ്യമാകുക. യേശുവിന്റെ നാമത്തില് ആ രോഗാത്മാവിനോട് കൽപ്പിക്കുന്നു, വിട്ടുപോ.
ഇന്ന് ഈ വ്യക്തികൾ ഇവിടുന്ന് ഇറങ്ങി പോകുന്നതിന് മുമ്പേ തന്നെ കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ട് സ്വാതന്ത്ര്യമായിട്ട് ഇവിടുന്ന് പോകാൻ ദൈവം സഹായിക്കുമെന്ന് പ്രാർത്ഥിക്കുന്നു. വേദന വിട്ടുപോകും, സൗഖ്യമാകട്ടെ. സ്തോത്രം കർത്താവേ. പ്രാർത്ഥന ദൈവം കേട്ടനായിട്ട് സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. താങ്ക് യു. ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ.